കലാഭവനവാസും സഹോദരൻ നിയാസ് ബക്കറും പങ്കെടുത്ത ഫ്ലവേഴ്സ് ഒരു കോടിയിലെ പ്രസക്ത ഭാഗങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഒരുപാട് ചിരി നിമിഷങ്ങൾ സിനിമയിലെ അടക്കം രംഗങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വേദിയിലും അനുകരിച്ചത്. നിതിൻ അഭിനയം ചേരുന്നുണ്ട്. നിതിൻ, ഈ ഒരു ആർട്ടിസ്റ്റ് തന്നെ ഈ ഡ്യുവറ്റ് സോങ് പാടുന്നു, മെയിൽ ഫീമെയിൽ ശബ്ദത്തിലൊക്കെ പാടുന്നതിലൊക്കെ എക്സ്പേർട്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന കൂടിയായിരുന്നു ഇപ്പോൾ നമ്മൾ കാട്ടിക്കൊടുത്ത ആ രംഗം. ഇത് ഒരുപാട് വേദികളിലൊക്കെ അവതരിപ്പിച്ച് കയ്യടി വാങ്ങിയ നടൻ കൂടിയാണ്. സിനിമയിലും തൻ്റെ മിമിക്രിയിലെ ഈ അനുകരണ കലയിലെ കഴിവ് വളരെ പ്രഗത്ഭമായി ഉപയോഗിച്ച നടൻ കൂടിയാണ് വിടവാങ്ങുന്നത്. ഗൂഗിൾ തീർച്ചയായും, കാരണം സിനിമയിലെ അനുകരണ കലയിലെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് നമ്മളെ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, സിനിമാ മേഖലയിൽ 1995 മുതൽ തന്നെ സജീവമായിരുന്നു. മിമിക്രിയുടെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ഓരോ പെർഫോമൻസും ഒരുപക്ഷെ പ്രേക്ഷകർക്കെല്ലാം തന്നെ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ആ നിലയിലുള്ള പെർഫോമൻസാണ് എപ്പോഴും അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ചില തമാശകളൊക്കെ തന്നെ ഒരുപക്ഷെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സജീവമല്ലാതിരുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ഓരോ തമാശകളും എപ്പോഴും ഈ ഒരു കാലത്തും അത് പല ഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മളെല്ലാം തന്നെ സിനിമ ആസ്വാദകരും അതോടൊപ്പം തന്നെ ഓർത്തുവയ്ക്കുന്ന ഒരു തമാശകളാണ് പലപ്പോഴും നമുക്ക് ഈ സിനിമകളിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് സജീവമല്ലെങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ ഒരുപിടി ചിത്രങ്ങളുമായി അദ്ദേഹം സജീവമാകുന്നതിനിടയിലാണ് ഈ വിയോഗം സംഭവിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്ന SD ആശുപത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയം മുമ്പ് തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സിനിമാ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയുടെ സഹപ്രവർത്തകരും തന്നെ ഇപ്പോൾ പിരിഞ്ഞുപോയി. നാളെ രാവിലെ 8 മണിയോട് തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തും. അതിനുശേഷം 8:30 തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സിനിമ ആസ്വാദകർക്ക് മാത്രമല്ല ഓരോ മലയാളികൾക്കും എപ്പോഴും മനസ്സിൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെട്ടമായാലും ശരി, അതോടൊപ്പം ചട്ടമ്പി നാടായാലും ശരി, അങ്ങനെ നിരവധി ചിത്രങ്ങളിലെ അദ്ദേഹം അഭിനയിച്ച മിക്ക ചിത്രങ്ങളിലെയും കഥാപാത്രം എപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ പ്രകമ്പനം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഇന്ന് പകല് ഒരു അസ്വസ്ഥയും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് വ്യക്തമാകുന്നത്. അതിനുശേഷം ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ അദ്ദേഹം തിരികെ റൂമിലേക്ക് പോയി. പിന്നീട് വീട്ടിലേക്ക് പോകാനായി, അതായത് 2 ദിവസം ഇടവേള എടുത്ത് വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെയാണ് അതിനിടയിലാണ് ഈ ഒരു മരണം സംഭവിച്ചത്. ആ ഒരു ഞെട്ടൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ വ്യക്തമാക്കി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 10-20 വർഷം സിനിമയിൽ സജീവമായ ഒരു വ്യക്തി, മിമിക്രി രംഗത്തും അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം സജീവമായിരുന്നു. അങ്ങനെ സജീവമായ ഒരു താരത്തിൻ്റെ വിയോഗം ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. നമുക്കറിയാം, താരതമ്യേന ചെറിയ പ്രായമാണ്, 51 വയസ്സ്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ ഒരു ഹൃദയാഘാതം സംഭവിച്ചു, അല്ലെങ്കിൽ എന്താണ് മരണകാരണം ഇപ്പോഴും വ്യക്തമല്ല. എങ്കിൽ പോലും കുഴഞ്ഞു വീണ് മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. നേരത്തെ ഈ താരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേജ് ഷോകളും ഓർത്തെടുത്ത് സംസാരിക്കുകയായിരുന്നു. അപ്പോഴെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും സഹതാരങ്ങളെ ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യമാണ് കലാഭവൻ നവാസ് ഷൂട്ടിംഗ് സെറ്റുകളിൽ. നേരത്തെ കുഞ്ഞിക്കണ്ണൻ മാഷും അതോടൊപ്പം തന്നെ കൈലാഷും എല്ലാം തന്നെ ഈ ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുത്തത്. അങ്ങനെ താരങ്ങൾക്ക് പലർക്കും ഈ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ വാക്കുകളുണ്ടായിരുന്നില്ല. ഒരു കണ്ണീരണിഞ്ഞാണ് അദ്ദേഹം പലരും ഇവിടുന്ന് മടങ്ങിപ്പോയത്. എന്തായാലും ഈ ഒരു വിയോഗം ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. മാത്രമല്ല സിനിമ മിമിക്രി രംഗത്ത് വലിയ നഷ്ടമാണ്. വീണ്ടും ഒരുപിടി ചിത്രങ്ങളുമായി അദ്ദേഹം സജീവമാകുന്നതിലാണ് ഈ ഒരു വിയോഗം സംഭവിച്ചത്. ഏറെ ദുഃഖകരമാണ്. മാത്രമല്ല നാളെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കും. എന്തായാലും SD ആശുപത്രിയിൽ നിന്നും ഭൗതികദേഹം ഇപ്പോൾ കളമശ്ശേരി ആശുപത്രിയിൽ കൊണ്ടുപോയി. അടുത്ത ബന്ധുക്കളും ഉണ്ടായിരുന്നു, സിനിമാ പ്രവർത്തകരും ഈ ഒരു മൃതദേഹത്തിനൊപ്പം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും രാത്രി ഏതാണ്ട് 9:15 ഭൗതികദേഹം ഇവിടെ ഈ ഒരു ചോറ്റാനിക്കരയിലെ SD ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴേക്കും മരണം സംഭവിച്ചു എന്ന വിവരമാണ് ഡോക്ടേഴ്സ് അടക്കം പങ്കുവയ്ക്കുന്നത്. ബന്ധുക്കളൊക്കെ എത്തിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഏതാണ്ട് 20 വർഷത്തോളം മിമിക്രി രംഗത്തൊക്കെ സജീവമായ പല ഓർമ്മകളും ഈ സഹതാരങ്ങളൊക്കെ പങ്കുവച്ചു. പക്ഷേ അപ്പോഴും ഒരുപിടി ചിത്രങ്ങളുമായി വീണ്ടും സജീവമാകുമ്പോഴുണ്ടായ ഒരു വിയോഗം താരങ്ങൾക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. എന്തായാലും അല്പസമയത്തിന് തന്നെ ഹോട്ടൽ ജീവനക്കാരും ഈ ഒരു പോലീസ് അടക്കം വിവരങ്ങൾ ശേഖരിക്കും. അദ്ദേഹത്തിൻ്റെ താമസിച്ച ഹോട്ടലിലെ ജീവനക്കാരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് സംഘം, ചോറ്റാനിക്കര പോലീസ് സംഘം അവിടേക്ക് പോകുമെന്നാണ് ഈ ഘട്ടത്തിൽ നൽകാൻ പറ്റുന്ന വിവരം. തീർച്ചയായും ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ആ സിനിമകളിലെല്ലാം, ഇപ്പോൾ മൈ ഡിയർ കരടിയിലാവട്ടെ, ജൂനിയർ മാൻഡ്രക്കിലാവട്ടെ, മായാജാലം, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം, നായകൻ്റെ സുഹൃത്തായോ അല്ലെങ്കിൽ നായകനൊപ്പമൊക്കെ വളരെ കുറച്ച് സമയം മാത്രമായിരിക്കാം സ്ക്രീനിൽ കാണുക. പക്ഷേ അടയാളപ്പെടുത്തുകൾ എല്ലാ സിനിമയിലും തൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ പ്രകടനങ്ങളാണ് കലാഭവൻ നവാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ നവാസ്
അത്ര മികച്ച പ്രകടനം എല്ലാ സിനിമകളിലും കാഴ്ചവെച്ചിട്ടുണ്ട്. സ്റ്റേജിനപ്പുറത്തേക്ക് സിനിമകളുടെ എണ്ണത്തിലല്ല, ആ സിനിമകളിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന പ്രകടനത്തിലൂടെയാണ് നവാസ് ശ്രദ്ധേയനായത്. അദ്ദേഹത്തിൻ്റെ വിയോഗം അങ്ങേയറ്റം ഞെട്ടലോടുകൂടിയാണ് എല്ലാ സഹപ്രവർത്തകരും കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം 25 മുതൽ പ്രകമ്പനം എന്ന വിജേഷ് പാണത്തൂരിൻ്റെ സിനിമയുടെ ചിത്രീകരണത്തിലായിരുന്നു. അതിനിടയിലാണ് ഈ പെട്ടെന്നുള്ളൊരു വിയോഗ വാർത്ത, അപ്രതീക്ഷിതമായ വിയോഗ വാർത്ത വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.